അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ സുരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് മഹാബലേശ്വരത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. മഹാബലേശ്വരത്തെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തായിരുന്നു. പ്രതാപ്ഗഡ് ഫോർട്ട് പോയായിരുന്നു, ഓൾഡ് മഹാബലേശ്വർ പോയായിരുന്നു, മഹാബലേശ്വർ മാർക്കറ്റ് പോയായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉണ്ട്. ആ വ്യൂ പോയിന്റുകളെല്ലാം നമ്മൾ കവർ ചെയ്തായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോസ് കൂടി കണ്ടു നോക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ മഹാബലേശ്വർ വിട്ടു, നേരെ പൂനെ ഭാഗത്തേക്ക് ഉള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അതിനിടയിൽ സുരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ രാത്രി ടെന്റ് അടിച്ചായിരുന്നു. ഈ ഒരു പെട്രോൾ പമ്പിലാണ് ഞാൻ ടെന്റ് അടിച്ചത്. ഇവിടുത്തെ ആളുകളൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളായിരുന്നു. അവരെന്നോട് ടെന്റ് അടിച്ചോളാൻ പറഞ്ഞു. ആദ്യം ഞാൻ പുറത്താണ് ടെന്റ് അടിച്ചിരുന്നത്. അപ്പൊ അവർ പറഞ്ഞു അത് പുറത്ത് വേണ്ട, അകത്തൊരു റൂമുണ്ട്, അവിടെ പോയി കിടന്നോ, സേഫ് ആയിട്ട് എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് എന്നെ അവർ അകത്ത് റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ ഇവിടെ ക്യാമ്പ് ചെയ്ത് നമ്മളിതേ സാധനങ്ങളെല്ലാം പെറുക്കി പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പൂനെയിലേക്ക് പോകാൻ കേട്ടോ. അപ്പൊ ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെയാണ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സുരൂറിൽ നിന്നും പൂനെ വരെ ഏകദേശം ഒരു 70-75 കിലോമീറ്റർ ആണ് ഉള്ളത്. അതായത് 2 മണിക്കൂറത്തെ റൈഡാണ്. പക്ഷെ നമുക്ക് യൂഷ്വലി 2 മണിക്കൂറത്തെ റൈഡൊക്കെ 3-4 മണിക്കൂറുകൾ വേണ്ടി വരാറുണ്ട്. കാരണം നമ്മൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് എവിടെയെങ്കിലൊക്കെ നിർത്തണം തോന്നുവാണെങ്കിൽ നിർത്തിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. साइकिल कौन आपका है? ओके, ऑल द बेस्ट फॉर योर. हाँ, आसाम से हूँ मैं. आसाम से. ओके, आई एम ऑल्सो इन एन ऑल इंडिया ट्रिप. अच्छा अच्छा. I'm a YouTuber from Kerala. केरला. हाँ, in traveling in scooter. स्कूटी से. आज बहुत सारे इंडिया ट्रैवल में भी इंडिया ट्रैवल. ये भी इंडिया ट्रैवल है. हाँ, आपके अभी. ओके, आप कैसे ट्रैवल करते हैं? मैं साइकिल से. उत्तराखंड. जो आप उत्तराखंड, आप आसाम. I'm from Kerala. And I've seen the Indian flag and I okay, you turn from there. अभी कहाँ जा रहे हैं आप? Going to Pune and it is an IMB trip, India Nepal Bhutan trip. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കണ്ടുകൊണ്ട് ഞാനൊന്ന് സൈഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒരു ഡൊണേറ്റ് ബ്ലഡ് സേവ് ലൈഫ്, ഒരു ഓൾ ഇന്ത്യ റൈഡിൽ പോയ ഒരു ബ്രോനെ കണ്ടു. ഹായ്, आपका नाम क्या है? मेरा नाम पंचानन कोलिता. पंचानन कोलिता. आसाम से हूँ मैं. ആസാമിൽ നിന്നാണ്. അതുപോലെ മൂപ്പരും ഓൾ ഇന്ത്യ ട്രിപ്പിലാണ്. ഹായ് ബ്രോ, വാട്ട്സ് യുവർ നെയിം? My name is Pranshu Verma from Uttarakhand. So ഇവർ രണ്ടുപേരും you both are solo travelers, right? So you just met here. Solo traveler. ഓക്കെ, ഇവർ രണ്ടുപേരും സോളോ ട്രാവലേഴ്സ് ആണ്. ഇവിടെ വെച്ച് ഇപ്പോൾ കണ്ടുമുട്ടിയതാണ്. അപ്പം എനിവേ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ട്രിപ്പ് ആൻഡ് ഫോർ യു ഓൾസോ. ലൈക്ക് ബ്രോഡ് സൈക്കിളും അതുപോലെ തന്നെ ബാക്കി സംഭവങ്ങളൊക്കെ തമിഴ്നാട്ടിൽ വെച്ചിട്ട് ധരംപുരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ട് ആൾക്കാർ പണി കൊടുത്തു. ഫുള്ള് പോയി. തമിഴ്നാട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം പൊതുവേ ആൾക്കാർക്ക് നല്ല ആൾക്കാരാണ് അവിടുത്തെ. ബട്ട് ഐ ഡോണ്ട് നോ, ജസ്റ്റ് ട്രാവൽ कंटिन्यू करो. कंटिन्यू. हाँ, ओके, ठीक है. अभी थोड़ा स्टॉप करते हो टू स्टार्ट restart. And all the best for the future journey. അപ്പോൾ ഞാൻ പമ്പിൽ നിന്ന് ഇറങ്ങി 2 കിലോമീറ്റർ പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇതുപോലെ ഇന്ത്യൻ ഫ്ലാഗ് കണ്ടതും 2 ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന 2 ആളുകൾ പരിചയപ്പെട്ടതും. ഒരാൾ ആസാമിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നുമാണ്. രണ്ടുപേരും അടിപൊളിയാണ്. ഒരാളുടെ സൈക്കിളും ലഗേജുകളും ഒക്കെ തമിഴ്നാട്ടിൽ അടിച്ചോണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒരാൾ പറയുന്നത് കേൾക്കുന്നത്. തമിഴ്നാട് എനിക്ക് പൊതുവേ നല്ല അഭിപ്രായമാണ് തമിഴ്നാടിനോട്. പക്ഷേ പുള്ളിയുടെ എല്ലാം അടിച്ചുകൊണ്ട് പോയി. പുള്ളി പക്ഷേ ഇപ്പോൾ ട്രക്കിൽ ലിഫ്റ്റ് അടിച്ചിട്ടൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. മറ്റേ ആൾ സൈക്കിളിൽ ഓൾ ഇന്ത്യ ട്രിപ്പിലാണ്. ആസാമിൽ നിന്നാണ്. കേരളത്തിലൊക്കെ വന്നു. കേരളം കൊച്ചിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ചായക്കടയാണിത്. നമുക്കൊരു വടാപ്പാവ് ഒന്ന് കഴിക്കും. ഇവിടെയൊക്കെ വടാപ്പാവും മിസൽപ്പാവൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ ഒരു ചേച്ചിയുണ്ട്, അവർ വടാപ്പാവ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. അവരിവിടെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ മുത്ത് ഇവിടെ ഇരിപ്പുണ്ട്. ലൂയിസ് എൻ്റെ വടാപ്പാവ് വന്നിട്ടോ. ഞാനേ മുളക് തിന്നാത്താണ്, തിന്നോട്ടെ. കുഴപ്പമില്ല. പ്ലീസ്, ഞാൻ ഒനിയൻ പക്കോടയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 25 രൂപയാണ് ഇതിന്. ഇത് എൻ്റെ ചായയും വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ വന്നേ. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഹായ്, അപ്പം നാം കേ വടാപ്പാവ് और रोटी दोनों अच्छा है. और താങ്ക് യു. നമ്മൾ വേലയെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. ഞാൻ സുരൂറാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സുരൂറിന് ഇപ്പുറം എത്തി വേലയെന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോവുകയാണ്.
ഇന്നത്തെ റൈഡ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എന്നാലും ഇവിടുന്ന് പോയേക്കാം. 2 മണിക്കൂറത്തെ റൈഡ് ഉണ്ട് കഴിച്ചത്. അങ്ങനെ ഗുയിസ് നമ്മൾ ആ ചേച്ചീനോട് ബൈയൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. സമയം നല്ല നട്ടുച്ചയാണ്, നല്ല പൊരി വെയിലത്താട്ടോ വണ്ടി ഓടിക്കുന്നത്. ഗ്ലൗസ് എടുത്തിടാത്തത് കൊണ്ട് തന്നെ എൻ്റെ കൈക്കൊക്കെ നല്ല പൊള്ളറുണ്ട്. വാവ്, നമ്മളിതേ ഒരു തുരങ്കത്തിലേക്ക് കയറാൻ പോകണല്ലോ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് എന്ത് തുരങ്കാണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു റൈഡ് നല്ല രസമുണ്ട്. ഓ വാ വാ, പൊളി പൊളി. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് വണ്ടി സൈഡാക്കി. ഞാൻ വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവം കണ്ടിട്ട് വണ്ടി സൈഡാക്കിയതാണ്. നമ്മൾ പൂനെക്ക് പോകുന്ന ആ ഒരു ഹൈവേയിലാണ്, സത്താരയിൽ നിന്ന് പൂനെയിലേക്കുള്ള ഹൈവേ ആണ്. ഹൈവേയുടെ ഒത്ത നടുക്കായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ യാദൃശ്ചികമായിട്ട് കണ്ടൊരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ നിർത്തിയതാണ് കേട്ടോ. ഇത് യാദവ് കലിൻ പാൻപോയ് എന്നാണ് പറയുന്നത്. അതായത് പണ്ട് കാലത്ത് ഈ വഴി പോകുന്ന യാത്രക്കാർക്ക് വെള്ളം കുടിക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന, ഫ്രീ ആയിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടാങ്ക്, വാട്ടർ ടാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ തൂണുകൾ നിൽക്കുന്നത് റോഡിലും ഏതാണ്ട് ഒരു 1000-1200 വർഷങ്ങളെങ്കിലും പഴക്കമുണ്ടാവും. കാരണം അത്രത്തോളം പഴയൊരു സംഭവമാണ്. അപ്പോൾ അത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഹൈവേ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. ഇതാണ് ആ ഒരു സംഭവം. കറക്റ്റ് നോക്കി, ഇതാണ് ഹൈവേ. ആ ഹൈവേയുടെ നടുക്കാണ് ഈ ഒരു യാദവ് കലിൻ പാൻപോയ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഉള്ളത്. ഓരോ റോക്കുകൾക്ക് നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ ഗുയിസ്, കറക്റ്റ് റോഡിൻ്റെ അടുക്ക്. ഞാനപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് വണ്ടി സൈഡാക്കിയത്. ആ ഒരു റോഡിൻ്റെ നടുക്ക് ഇതുപോലൊരു സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്തായാലും അങ്ങനെ വണ്ടി സൈഡാക്കാം. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് പൂനെ പിടിക്കണം. മാക്സിമം പൂനെയിലെത്തിയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റേ കണ്ടുപിടിക്കണം. ലോഡ്ജോ റൂമോ ഹോസ്റ്റലോ എന്താണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതെടുക്കണം. എൻ്റെ ബഡ്ജറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. മാക്സിമം നമ്മൾ ചവിട്ടാൻ പറ്റുന്നിടത്തോളം ചവിട്ടും. അപ്പോൾ അങ്ങനെ എന്തായാലും ഇവിടുന്ന് പോയേക്കാം. धीरे धीरे चल रहा हो, अच्छा नहीं लग रहा है आज. ഓക്കെ. നേരത്തെ നമ്മൾ കണ്ട ഒരു ബ്രോ ഉണ്ടല്ലോ, സൈക്കിളിൽ ഓൾ ഡേ ട്രിപ്പായിട്ട് വന്ന അസാമിൽ നിന്നുള്ളത്, പഞ്ചനാം കളത്. അവനെ ഞാൻ പിന്നെയും കണ്ടിട്ട് റോഡിൽ വെച്ചിട്ട്. ഞാനും അവനൊക്കെ ഒരു സ്പീഡിലാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ, ഞാൻ സ്കൂട്ടറിലും അവൻ സൈക്കിളിലും ആണെന്ന് ഓർമ്മ. നമ്മളിങ്ങനെ കാണുന്നിടത്തൊക്കെ നിർത്തിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നത്. നമ്മളെക്കാളും സ്പീഡിലാണ് സൈക്കിളുകാർ പോകുന്നത്. ഞാൻ പിന്നെ അങ്ങനെ എനിക്ക് ഒരുപാട് സ്പീഡിൽ പോകുന്നവരോടൊന്നും താല്പര്യമില്ല. നമ്മൾ പതുക്കെ കാഴ്ചയൊക്കെ കണ്ട് സാവകാശം പോയാൽ മതി. എന്തിനത് ധൃതിയോ? ആദ്യം ഓടി എത്തിയിട്ട് അവിടെ ഫസ്റ്റ് പ്രൈസ് ഒന്നും കിട്ടാനില്ല. നമുക്ക് പതുക്കെ പോയാൽ മതി. അപ്പോൾ കുയിസ് നമ്മളിതേ പൂനെ സിറ്റീനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ പൂനെ സിറ്റിയുടെ നടുഭാഗത്തെത്തും. എന്തായാലും ഇപ്പം നമ്മളിപ്പോൾ ആ ഒരു പൂനെ ഭാഗത്തേക്ക് എൻ്റർ ചെയ്തു ഓൾറെഡി. പൂനെയിൽ എന്തായാലും നമ്മൾ കുറച്ച് ദിവസം ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞ ഒരാഴ്ചയെങ്കിലും ഞാൻ പൂനെയിൽ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കുറച്ച് ട്രെക്കിങ്ങും പരിപാടികളൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഈ മഹാരാഷ്ട്രയിൽ ഒരുപാട് ട്രെക്കിംഗ് സ്പോട്ടുകളുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് ട്രെക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ. നമ്മൾ മഹാഡിനടുത്തുള്ള റായ്ഗഡിന് ട്രെക്കിങ് ചെയ്തായിരുന്നു, അത് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വേറെ ഫോർട്ട് ഉള്ളത് രാജ്ഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. രാജ്ഗഡ് ഫോർട്ട് ഉണ്ട്, സിനഗഡ് ഫോർട്ട് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് അതെല്ലാം പൂനെയിൽ നിൽക്കുന്ന സമയത്ത് കവർ ചെയ്യണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. മാക്സിമം നമ്മൾ ഹോസ്റ്റലായിരിക്കും പൂനെയിൽ നോക്കുക. റൂം എടുക്കുന്നത് എൻ്റെ ബഡ്ജറ്റിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ഹോസ്റ്റലോ അല്ലെങ്കിൽ ലോഡ്ജോ അങ്ങനെ എന്തെങ്കിലും നോക്കണം. എന്തായാലും ഈ പൂനെയും ഞങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ വേറൊരു കണക്ഷനും കൂടെ ഉണ്ട്. എൻ്റെ അച്ഛനൊക്കെ പണ്ട് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. പണ്ട് പൂനെയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അച്ഛൻ ഇവിടെ ഏത് കമ്പനിയിലാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഏതോ ഒരു കമ്പനിയിലായിരുന്നു, കുറേ വർഷമൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ എടുത്ത് വെക്കുകയാണേ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ചെന്ന് സ്റ്റേ ഒക്കെ എടുത്ത് സെറ്റായിട്ട് ഞാൻ വരാവേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പൂനെ എത്തി കേട്ടോ. പൂനെയിൽ പ്രോപ്പർ പൂനെ ആ ഒരു സിറ്റി ഏരിയ അല്ല, അവിടുന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരു ഹോസ്റ്റൽ കിട്ടി. ഒരു ബാക്ക് പാക്കർ ഹോസ്റ്റൽ കിട്ടി. 350 രൂപയാണ് ഇവിടെ പെർ ഡേയിൽ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനത് എടുത്തു. കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം. പിന്നെ വണ്ടി അകത്ത് കയറ്റി വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനിവിടെ എടുത്തു. അത് ഇവിടെ ഈ ഒരു ഹോസ്റ്റലാണ് നിൽക്കുന്നത്. അതായത് ആ മുകളിൽ കാണുന്നതാണ് ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ. അത് ഈ വഴി അകത്തേക്ക് പോകണം. ഇവിടെ വണ്ടിയൊക്കെ അകത്ത് വെക്കാനുള്ള, സേഫായിട്ട് വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ നോക്കിയില്ല. ഞാൻ എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാവേ. ആകെ ചെയ്ഞ്ഞിരിക്കുന്നുണ്ട്. ഇന്നലെ പെട്രോൾ പമ്പിൽ കിടന്നുകൊണ്ട് കുളിക്കാനൊന്നും പറ്റിയില്ല. അവിടെ കുളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, കുളിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർത്ത് എവിടെയെങ്കിലും റൂം എടുത്തിട്ട് അല്ലെങ്കിൽ ഡോമിറ്ററി എടുത്തിട്ട് ബാക്കി നോക്കാൻ വെച്ചു. ഞാൻ പോയി കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരാവേ.
അപ്പോൾ അതേ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഒന്ന് അടിപൊളിയായിട്ട് കുളിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാമ്പിംഗ് ആയിരുന്നത് കൊണ്ട് തന്നെ ഒന്ന് കുളിക്കാനുള്ള സൗകര്യം അവിടെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതേ നല്ല അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കി ഇട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഒരു ഡാമുണ്ട്, കഥക് വസ്ല എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്. ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ എനിക്ക് പോകാനായിട്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. ഞാൻ വല്ല ബിരിയാണി വല്ലതും ഇവിടെ ബിരിയാണിക്കൊക്കെ 100 രൂപയ്ക്കൊക്കെ ബിരിയാണി കിട്ടും, 100-120 രൂപയ്ക്കൊക്കെ ബിരിയാണി കിട്ടും. ഇവിടെ കുറച്ച് സ്റ്റീപ്പാണ് താഴേക്ക്, ഒരു രക്ഷയില്ല, അപാര വ്യൂ ആണ്. എൻ്റെ ആ ഒരു കടക്ക് വസ്ല ഡാമിൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ പായസം പോലത്തെ ഉപ്മാവ് കഴിക്കണേ. ഇതുകൊണ്ട് ഗൂഗിൾ പേ സ്കാനറൊക്കെ ഉള്ള ഒട്ടകമാണ്.